നമസ്കാരം. പശ്ചിമേഷ്യയെ ആകെ ഭീതിയിലാഴ്ത്തി തന്നെയാണ് ഇപ്പോഴും അമേരിക്കയും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പോരാട്ടം തുടരുന്നത്. അതിനിടയിൽ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏറെ പ്രകോപിതനായി മാറുകയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം തൻ്റെ സമൂഹമാധ്യമ പോസ്റ്റിലൂടെ ഇറാന് ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഹോർമസ് കടലിടുക്ക് തുറന്നു കൊടുത്തില്ലെങ്കിൽ നാളെ, അതായത് ചൊവ്വാഴ്ച, പക്ഷേ ഇന്ത്യൻ സമയം ബുധനാഴ്ച പുലർച്ചയോടുകൂടി ഇറാനിൽ അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തും എന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അവരുടെ ആണവ നിലയങ്ങളും അവരുടെ പ്രധാനപ്പെട്ട പ്രതിരോധ കേന്ദ്രങ്ങളും പാലങ്ങളുമെല്ലാം തകർക്കും എന്നാണ് ഡൊണാൾഡ് ട്രംപ് ഈ ഒരു അറിയിപ്പിലൂടെ താക്കീത് നൽകിയിരിക്കുന്നത്. ഇറാനിലെ പ്രധാനപ്പെട്ട പാലങ്ങളും അവരുടെ ആണവ കേന്ദ്രങ്ങളും അതുപോലെ ആയുധ നിർമ്മാണശാലകളും സൈനിക കേന്ദ്രങ്ങളും എല്ലാം തകർത്ത് തരിപ്പണമാക്കും എന്നാണ് ഡൊണാൾഡ് ട്രംപ് ഈ ഒരു സമൂഹമാധ്യമ പോസ്റ്റിലൂടെ താക്കീത് നൽകിയിരിക്കുന്നത്. മാത്രവുമല്ല, അങ്ങേയറ്റം സഭ്യമല്ലാത്ത അസഭ്യ ഭാഷയിലാണ് ഡൊണാൾഡ് ട്രംപ് ഇറാനെ ഈ പോസ്റ്റിലുടനീളം വിശേഷിപ്പിക്കുന്നത്. സാധാരണഗതിയിൽ ഒരിക്കലും ഒരു രാഷ്ട്രത്തലവൻ ചെയ്യാൻ പാടില്ലാത്ത രീതിയിലുള്ള മോശമായ പദപ്രയോഗങ്ങളാണ് ഡൊണാൾഡ് ട്രംപ് ഇതിലൂടെ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അടുത്ത ദിവസം എന്താണ് സംഭവിക്കും എന്നുള്ള ഉത്കണ്ഠയിലാണ് എല്ലാവരും. ഹോർമസ് കടലിടുക്ക് തുറന്നു കൊടുത്തില്ലെങ്കിൽ ആക്രമണം നടത്തും എന്ന് നേരത്തെയും ഒരിക്കൽ ഡൊണാൾഡ് ട്രംപ് സമയപരിധി നിശ്ചയിച്ചിരുന്നു. എന്നാൽ പിന്നീടാകട്ടെ അദ്ദേഹം പെട്ടെന്ന് തൽക്കാലത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയായിരുന്നു ചെയ്തത്. എന്നാൽ പിന്നീടും ആക്രമണം തുടരുന്നൊരവസ്ഥയാണ് അവിടെ ഉണ്ടായിരുന്നത്. ഏതായാലും ഇത് ലോകരാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളമൊക്കെ തന്നെ ഏറെ ഭീതി പരത്തുന്ന ഒന്നാണ്. കാരണം ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോൾ ആകെ ദേഷ്യത്തിലാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇറാന് നേർക്ക് എന്തൊക്കെ കടും നടപടികളാണ് അദ്ദേഹം ചെയ്യാൻ പോകുക എന്നുള്ളത് ഇനിയും ആർക്കും പ്രവചിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ്. ആണവ നിലയങ്ങൾ തകർക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രധാനമായും വലിയ തോതിലുള്ള ആണവ വികിരണം ഉണ്ടാക്കാനുള്ള എല്ലാ സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല. അതുപോലെ ഇറാനിലെ സാധാരണ മനുഷ്യർ താമസിക്കുന്ന സിവിലിയൻ കേന്ദ്രങ്ങളിലേക്കൊക്കെ തന്നെ ഒരു ഡൊണാൾഡ് ട്രംപ് ആക്രമണം നടത്തുമോ എന്നും പലരും ഭയപ്പെടുന്നുണ്ട്. ഏതായാലും യുദ്ധം ഇപ്പോൾ 5 ആഴ്ച കഴിഞ്ഞ് 6ാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ എല്ലാവരും ഉത്കണ്ഠയിലാണ്. കാരണം വളരെ പെട്ടെന്ന് അവസാനിക്കും എന്ന് കരുതിയിരുന്ന ഒരു യുദ്ധമാണ് ഇത്രയും നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടെ കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ 2 യുദ്ധവിമാനങ്ങൾ ഇറാൻ വെടിവെച്ചിട്ടതും ട്രംപിനെ ഏറെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, അതിൽ ഒരു പൈലറ്റിനെ കാണാതായതിനു ശേഷം 2 ദിവസം മുഴുവൻ തിരഞ്ഞിട്ടാണ് അദ്ദേഹത്തെ അവർക്ക് രക്ഷിക്കാനായത്. ഇതൊക്കെ തന്നെ ട്രംപിനെ വല്ലാതെ അസ്വസ്ഥനാക്കിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ട്രംപിൻ്റെ ഈ ഒരു ഭീഷണി എല്ലാവരും വളരെ ഭീതിയോടുകൂടി നോക്കിക്കാണുന്നത്. പശ്ചിമേഷ്യയിൽ, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തന്നെ ഇത് വലിയ തോതിലുള്ള പ്രത്യാഘാതം ഉണ്ടാക്കുമോ എന്നുള്ള ഒരു സംശയം വരുന്നുണ്ട്. അമേരിക്ക ഇറാനെ ആക്രമിക്കുകയും ഇറാൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ തകർക്കുകയും ചെയ്താൽ അതേസമയം തന്നെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാൻ ആക്രമണം നടത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. ഇപ്പോൾ തന്നെ അവർ ഗൾഫ് രാജ്യങ്ങളിലേക്ക് നിരന്തരമായി മിസൈൽ ആക്രമണം നടത്തുന്നുണ്ട്, ഡ്രോണുകൾ അയക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇക്കാര്യത്തിൽ ഒരു ഒത്തുതീർപ്പുണ്ടാവുക എന്നുള്ള ഒരു ചർച്ചയിലാണ് ലോകമെമ്പാടുമുള്ള രാഷ്ട്രത്തലവന്മാർ. എന്നാൽ ആർക്കും തന്നെ ഇക്കാര്യത്തിൽ ഒരു ഒത്തുതീർപ്പുണ്ടാക്കാനോ ഒരു ധാരണയിലെത്താനോ ഇനിയും കഴിഞ്ഞിട്ടുമില്ല. ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് വലിയ തോതിലുള്ള ഒരു വെല്ലുവിളി തന്നെയാണ് ഇപ്പോൾ ഇറാൻ ഉയർത്തിയിരിക്കുന്നത്. യുദ്ധം ആരംഭിച്ച സമയത്ത് തന്നെ അദ്ദേഹം പറഞ്ഞത് ഞങ്ങളൊരു 3-4 ആഴ്ച കൊണ്ട് യുദ്ധം അവസാനിക്കുമെന്നാണ്. പക്ഷേ 1 മാസം പിന്നിട്ട് അടുത്ത മാസത്തിലേക്ക് കടന്ന് ശക്തമായ തോതിൽ ഇറാൻ ചെറുത്തുനിൽപ്പ് നടത്തുമ്പോൾ അത് അമേരിക്കയ്ക്ക് അപ്രതീക്ഷിതം തന്നെയായിരുന്നു. മാത്രമല്ല, ഇറാനിൽ നിന്നുള്ള മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ 4000 കിലോമീറ്റർ പിന്നിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡിഗോ ഗാസിയയിലുള്ള അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും വ്യോമത്താവളത്തിലേക്ക് എത്തിയതുമൊക്കെ തന്നെ അമേരിക്കയെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. 15 ലക്ഷത്തിലധികം വരുന്ന കരസേനയാണ് ഇറാന് സ്വന്തമായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ കരയുദ്ധത്തിന് ശ്രമിച്ചാലും അത്ര എളുപ്പം ഇറാനെ കീഴടക്കാൻ കഴിയില്ല എന്നും അമേരിക്ക അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥിതി വന്നാൽ എന്തെങ്കിലും കടുത്ത നടപടികളിലേക്ക് ട്രംപ് നീങ്ങുമോ എന്നാണ് ഇപ്പോൾ എല്ലാവരും സംശയിക്കുന്നത്. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അത് ചൈനയും റഷ്യയും പോലുള്ള രാജ്യങ്ങൾ അക്കാര്യത്തിൽ ഇടപെടുകയും അതൊരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യുമോ എന്നും വ്യാപകമായ തോതിലുള്ള ആശങ്ക പരക്കുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജനപ്രീതിയിലും വലിയ തോതിലുള്ള ഇടിവ് അനുഭവപ്പെടുന്നതൊക്കെ തന്നെ അദ്ദേഹത്തെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. ഇറാനെ പോലെയുള്ള രാജ്യത്തെ നിസ്സാരമായി തകർക്കാം എന്നാണ് ഇസ്രായേലും അമേരിക്കയും കരുതിയിരുന്നത് എങ്കിൽ പോലും ഇത്രയും ശക്തമായ തോതിലുള്ള ഒരു ചെറുത്തുനിൽപ്പ് അവിടെ നിന്നുണ്ടാകും എന്നുള്ള കാര്യം അവർക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത തരത്തിലായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെ സമയവും സ്ഥലവുമൊക്കെ വ്യക്തമാക്കിക്കൊണ്ട് അമേരിക്ക ഒരു യുദ്ധപ്രഖ്യാപനം നടത്തുന്നത് കേട്ടുകേൾവില്ലാത്ത കാര്യമാണ്. സാധാരണഗതിയിൽ അപ്രതീക്ഷിതമായി യുദ്ധം നടത്തുന്നതിന് പകരം അടുത്ത ദിവസം രാത്രി 8 മണിക്ക് ശേഷം ഞങ്ങൾ ആക്രമണം നടത്തും എന്നൊക്കെ പറയുമ്പോൾ ഇറാനും അതിനെ നേരിടാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി, അതല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പ്രത്യാക്രമണം നടത്തുകയൊക്കെ ചെയ്യുമോ എന്നുള്ള ഒരു ആശങ്കയും വ്യാപകമാണ്. എന്താണെങ്കിലും പശ്ചിമേഷ്യ ഇപ്പോൾ ആശങ്കയിൽ തന്നെയാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ തീരുമാനങ്ങൾ പലപ്പോഴും തെറ്റായിപ്പോയി എന്നുള്ളത് തന്നെയാണ് അമേരിക്കയിലെ ജനങ്ങളും ഇപ്പോൾ വിശ്വസിക്കുന്നത്.